ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വൈറലായ ഒരു ഇലക്ഷൻ ഗാനമാണ് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഗാനത്തിൻ്റെ ഈണത്തിൽ അതിൻ്റെ പാരഡിയായി ഇറക്കിയ പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന പാരഡി. സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന വരികൾ UDF എംപിമാർ പോലും പാർലമെന്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ പാടിയിരുന്നു. UDF എംപിമാർ മാത്രമല്ല, ഒരുപക്ഷെ സംസ്ഥാനത്തെ എല്ലാവരും ഈ ഗാനം ഇപ്പോൾ മൂളി നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ A. റഹീം MP ഇതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ ഗാനം തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതല്ല എന്നുള്ളതാണ്. വൈറലായ ഈ ഗാനത്തിൻ്റെ പിറകിലുള്ളവർ ന്യൂസ് 8-നൊപ്പം ചേരുകയാണ്. മലപ്പുറത്ത് നിന്നും CV അനുമോദിനൊപ്പം. സ്വർണം കെട്ടവരാരപ്പ എന്ന പാട്ട് പാർലമെന്റിൽ വരെ ഇപ്പോ തരംഗമായിട്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മുഖ്യ പ്രചരണ ഗാനമായിരുന്നു അത്. അതിനുശേഷം മലപ്പുറത്ത് പ്രത്യേകിച്ച് UDF തൂത്തുവാരിയതോടെ എല്ലാ ആഘോഷങ്ങളിലും ഈ പാട്ടാണ് അലയടിക്കുന്നത്. ആ പാട്ടിന് പിന്നിലുള്ളവരാണ് എന്നോടൊപ്പം ചേരുന്നത്. ഡാനിഷും ഹയ്യും സുബൈർക്കയും. ഹയ്യേ, നമ്മള് പ്രതീക്ഷിക്കാത്തൊരു റീച്ചാണല്ലോ പാട്ടിനുണ്ടായത്. എന്താ പറയുക, വലിയ ഓളുണ്ടാക്കി. വലിയ ഓളം തന്നെ അത് ഓളുണ്ടാക്കേണ്ട പാട്ടാണ്. കാരണം സമകാലിക വിഷയങ്ങളെല്ലാം കോർത്തിണക്കൊണ്ട് ഈ അടുത്ത് അങ്ങനത്തെ ഒരു പാട്ട് ഇറങ്ങിയിട്ടില്ലയാണ്. പ്രത്യേകിച്ച് ശബരിമല സീസണാണ്, ശബരിമലയാണ് വിഷയം, ശബരിമലയോട് ചേർന്നൊരു ട്യൂണാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പാട്ടിന്റെ പെരുന്നാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വലിയൊരു കറക്റ്റ് ടൈം, എല്ലാം കൊണ്ടും കറക്റ്റ് ടൈം ആയിരുന്നില്ലാണ്. അതാണ്. അപ്പോൾ അതിലേക്ക് ആപ്റ്റായിട്ടുള്ള ശബ്ദം ഡാനിയുടേത് കൂടി വന്നപ്പോൾ എന്തായി, അത് കേരളം ഇന്ന് പാൻ ഇന്ത്യ എന്ന് വരെ ആൾക്കാർ പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതാണ്. അതിൻ്റെ ഈ ഗാനം വന്ന വഴികളെ കുറിച്ചൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾ പറയും. എങ്ങനെയാണ് ഡാനിഷ് ഈ പാട്ടിലേക്ക് എത്തുന്നത്? ഞാൻ സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇലക്ഷൻ്റെ ഒക്കെ വർക്ക് ഇങ്ങനെ വന്ന് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ മുമ്പാണ് ഈ വർക്ക് വരുന്നത്. അപ്പോൾ ഇത് എഴുതിയ ആൾ എടുത്ത് പറയണം, അദ്ദേഹം ചാലപ്പുറ GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറ, അദ്ദേഹമാണ് വരി എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഇത് വരി എഴുതി ഹനീഫ മുടിക്കോട് പറയും, സംഗീത സംവിധായകനാണ്, അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം ഇത് എനിക്ക് തന്നു, ഈ പാടി നോക്ക്, അങ്ങനത്തെ ഒരു വിഷയമാണ്, എനിക്ക് പറ്റിയ ട്യൂണാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പാടി വെച്ചു. പിന്നെ ഇത് പുറത്തിറക്കുന്നത് സുബൈർക്കാണ്. സുബൈർക്ക് അത് ഏറ്റെടുത്ത് പുറത്തിറക്കി. അത് റീലായിട്ട് ഇറക്കി. പക്ഷെ ആ റീലിൽ ഞാനല്ല ഉള്ളത്, അത് വിഷ്വലിൽ നിൽക്കുന്നത് നമ്മുടെ സുബൈർക്കാട് തന്നെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുള്ള നസീർ എന്ന് പറയും, അദ്ദേഹമാണ്. അങ്ങനെ അന്ന് ആ പാട്ട് കുറച്ച് വൈറലായി. അതിനുശേഷം പിന്നെ ഹൈക്കാട് ഒരു പ്രോഗ്രാമിന് എന്നെ കൊണ്ട് പെട്ടെന്നൊരു പാടിക്കായിരുന്നു ഈ പാട്ട്. താനൂര് ഒരു പ്രോഗ്രാം പെട്ടെന്ന് പാടിച്ച് ആ റീല്, ആ വീഡിയോ അത്യാവശ്യം നന്നായിട്ട് വൈറലായി. 3 മില്യൺ ആൾക്കാരെ അതിനുശേഷം പിന്നെ ഈ പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഒരു എല്ലാ സ്ഥലത്തും ആ പാട്ട് കേൾക്കാൻ സാധിച്ചു. എങ്ങനെയാണ് ഈ റീലിലേക്ക് ഈ പാട്ട് എത്തുന്നത്? ഈ GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറം നാദാപുരത്തെ ഖത്തറിലാണ്. അയാൾ പ്രവാസിയാണ്. അയാൾ ഇതുപോലുള്ള ആനുകാലിക വിഷയങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എഴുതിയിട്ട് അനീഫാക്കോ എനിക്കൊക്കെ അയച്ചു തരും. ഇങ്ങനെയാണ് ഈ വരികൾ എത്തുന്നത്. അതിൽ അനീഫ പിന്നെ ഇവനെ കൊണ്ട് ഡാനിഷിനെ കൊണ്ട് പാടിച്ചതിൻ്റെ ശേഷം അത് വിഷ്വലിൻ്റെ ഇവനോട് ചോദിച്ചു. അതിൽ ഡാനിഷ് എന്തായാലും നിൽക്കുമല്ലോ, അവന് പേടിച്ചിട്ടാണോ എന്തെന്നറിയില്ല. ഓന് ഏകദേശം ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ള ഡാനിയാണ് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ളത്. ഹൈ സ്റ്റേജിൽ പാടിച്ചപ്പോഴാണ് ആളുകൾ അറിയണത്. അങ്ങനെ വേറൊരാളെ വെച്ചിട്ട് അവർ വിഷ്വൽ ചെയ്തു, അത് റീൽസ് ആക്കിയിട്ട് നമ്മൾ ഈ ഇലക്ഷൻ പ്രചരണ ഗാനങ്ങൾ തയ്യാറാക്കി കൊടുക്കണോണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രൊമോഷൻ എന്നുള്ള നിലക്കാണ് ഇത് പുറത്തിറക്കണം. അതോടുകൂടി തന്നെ തെക്കൻ ജില്ലയിൽ നിന്നൊക്കെ കണ്ടമാനം ആളുകൾ വിളിക്കലും വർക്ക് ഒക്കെ അത്യാവശ്യത്തിന് നല്ല വർക്കുകളൊക്കെ സംഭവിച്ചു. പിന്നെ ഇതിൻ്റെ പല്ലവി മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. ഇതിൻ്റെ അനുപല്ലവി ഉണ്ടോ, ഇതിൻ്റെ ഫുൾ സോങ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നിരന്തരമായിട്ടുള്ള കോളുകളൊക്കെ. അപ്പോൾ ഓഡിയോ ആയിട്ട് വിട്ടുകൊടുത്തു, റീൽസ് മാത്രമേ ഇത് ചെയ്തുള്ളൂ. അങ്ങനെ ഇത് കൈവിട്ടുപോയി. ഇപ്പോൾ എല്ലാ സ്ഥലത്തും പാർലമെന്റിൽ വരെ എത്തി. കൂടുതൽ ആളുകൾ വിളിക്കുന്നുണ്ട്. നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നെഗറ്റീവ് ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ പോസിറ്റീവ് കൂടിയപ്പോൾ നെഗറ്റീവ് പേര് പതുക്കെ പിന്മാറി. അതാണ് സംഭവം ഉണ്ടായത്. ഭയങ്കരമായ നെഗറ്റീവ് കമൻറ്റുകൾ. പിന്നെ എൻ്റെ നമ്പറായിരുന്നു അതിൽ കൊടുത്തിരുന്നു, എൻ്റെ ഇൻസ്റ്റി പേജിലാണ് പോസ്റ്റ് ചെയ്തത്. അങ്ങനെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം ഉണ്ടാണ്. ഇത് സത്യം പറഞ്ഞാലേ ഇപ്പം ശബരിമല വിശ്വാസികൾക്കൊക്കെ വലിയ വിഷമം ഉണ്ടാക്കിയിരുന്നു ഈ സംഭവങ്ങളൊക്കെ. തെരഞ്ഞെടുപ്പിന് ഫലം കൂടി തെളിയിക്കുകയാണ്. എങ്ങനെയാണ് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു ഒരാഴ്ച മുമ്പ് സുബൈർക്കൊക്കെ അനുഭവം ഉണ്ടായിട്ട് എൻ്റെ അനുഭവം പറയാം. അതായത് ഒരു അമ്മച്ചി വിളിച്ചിട്ട് എന്നോട് പറയണം, ഇത് ആ മോനെ കൊണ്ട് പാടിപ്പിച്ചത് അയ്യപ്പനാണ്. അത് അങ്ങനെ ഒരുപാട് ഭക്തരായിട്ടുള്ള ആൾക്കാർ ഈ വിഷയത്തിൽ വിഷമമുള്ള ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ഇപ്പോൾ ഡാനിയോടും സമാനമായിട്ട് പലരും വിളിച്ച് പറയുകയുണ്ടായി. ഇത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അവരോട് ചേർന്നൊരു പാട്ട് പാടാൻ കഴിഞ്ഞു എന്നുള്ളത്
അപ്പോൾ അവരും അത് അയ്യപ്പൻ പാടിച്ച എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും ഒരു വലിയ റീച്ചിലേക്ക്. പക്ഷെ ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാട്ട് കേട്ട എൻ്റെ രണ്ടാമത്തെ സ്റ്റേജിൽ ഞാൻ ഡാനിയെ കൊണ്ട് ആ പാട്ട് പാടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ ബോധമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ പാട്ട്, അതുകൊണ്ടാണ് സുബൈർക്ക് അതിൻ്റെ വിഷ്വൽ ഡാനി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പോലും സുബൈർക്ക് അത് എടുത്ത് ചെയ്യാൻ കാരണം രാഷ്ട്രീയ ബോധമുള്ളതുകൊണ്ടാണ്, ഇത് കത്തും എന്നുള്ള ഒരു ബോധമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രേക്ഷകരെ ഏറ്റെടുത്തത്. ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഈ പാട്ടിന് കഴിഞ്ഞത്. നേതാക്കളൊക്കെ വിളിച്ചു, ഒരുപാട് ആൾക്കാരെ വിളിച്ചു, ഒരുപാട് ആൾക്കാരെ അഭിനന്ദിച്ചു. ഇപ്പൊ നാളെ പിന്നെ സാദിഖ് അലി തങ്ങളും അതുപോലെ തന്നെ പി കെ കുഞ്ഞാലി സാഹിബ് അടക്കമുള്ള ഒരു ആദരവ് ചടങ്ങ് നാളെ രാവിലെ 8 മണിക്ക് പാണക്കാട് വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അങ്ങനെ പല രീതിയിലുള്ള രണ്ടുപേരും കൂടി ആ പാട്ടൊന്നും പോറ്റിയേ കേറ്റിയേ സ്വർണം ചങ്ങമ്പായി മാറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ദനമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ ലോകം മാറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ പോറ്റിയേ കേറ്റിയേ സ്വർണം ചമ്പായി മാറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ദനമൂറ്റിയേ ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. അതെ, സെയിം ട്യൂണാണ് ഇതില്. പിന്നെ ആശാ വർക്കർമാര്, വയനാട് ദുരന്തം, ടി പി കൊല അടക്കമുള്ള ഒരുപാട് സമകാലിക വിഷയങ്ങൾ ഈ വരിയിൽ വരുന്നുണ്ടെന്നുള്ളതാണ് ഈ പാട്ടിന്റെ പ്രത്യേകത. അതിന്റെ രണ്ടാം ഭാഗം ഉണ്ട്, തോനെ വെഴുകാതെ പുറത്തിറങ്ങും, അത് റെഡിയാണ്. കണ്ടന്റ് വാസു ജയിലിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് എഴുതുന്ന ഒരു കത്താണ്. ഒരു കത്ത് പാട്ടായിട്ട് GP കുഞ്ഞബ്ദുള്ള എഴുതി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അനീഫാനായിട്ടും ചർച്ച ചെയ്തിട്ട് അതുമാതിരി തന്നെ ഡാനിഷ് റെഡിയാണ്. ഡാനിഷും ഒക്കെ ചേർന്നിട്ട് ഒരു സാധനം പ്രതീക്ഷിക്കാം. മലബാറിൽ ഏറ്റവും ഫേമസാ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ട്യൂൺ, എത്രയും ബഹുമാനപ്പെട്ട ആ ഒരു ട്യൂണിലാണ് വരാൻ പോണത്. അതാണ് മുഖ്യമന്ത്രിക്കുള്ള ഒരു കത്താണ്. അപ്പൊ ഈ പരാജയവും ഇപ്പോഴത്തെ സംഭവങ്ങളും ഇതിലേക്ക് നയിച്ച, ഈ പരാജയത്തിലേക്ക് നയിച്ച കാരണങ്ങളും ഒക്കെ GP വളരെ വ്യക്തമായിട്ട് തന്നെ അതിൽ വിവരിക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രയും സജീവമായതുകൊണ്ടായിരിക്കും ഈ പാട്ട് ഇത്രയും അധികം ആൾക്കാരിലെത്തിയത് അല്ലേ? അതെ. എന്താ പറയാ, ഇത് എൻ്റെ പേജിൽ മാത്രമല്ല, ഞാൻ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ BJPയുടെ പേജുകളൊക്കെ മില്യൺ കണക്കിന് ആൾക്കാർ ഇത് കണ്ടുന്നില്ല. അതെ, ഇത് ശരിക്കും UDFന്റെ പാട്ടായി ഇറങ്ങിയ സംഗതി BJPക്കാർ വരെ പ്രചരണത്തിന് ഉപയോഗിച്ചു എന്നുള്ള ഒരു സംഗതി വാസ്തവമാണ് എൻ്റെ സത്യം. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ UDFന്റെ പ്രവർത്തകരായതുകൊണ്ട് വലിയ സന്തോഷമാണ്. ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമെന്നൊക്കെ പറയുന്ന വലിയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണെന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രധാന ആയുധമായിട്ട് ഇവരുടെ ഗാനം മാറി. അതാണെങ്കിൽ UDFനെ സംബന്ധിച്ച് ആ വലിയ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അതിന്റെ സന്തോഷം കൂടിയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല ഇതിന് തുടർച്ച കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇവരിൽ നിന്ന് ഇനിയും ഒട്ടേറെ UDFന് അനുകൂലമായിട്ടുള്ള അത്ഭുത ഗാനങ്ങൾ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. അഖിലോട് പറഞ്ഞൊപ്പം CB അനുമോദ്, News 18.